ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോറിലോട്ട് നമുക്ക് 3 കോഴിമുട്ട എടുക്കാം കേട്ടോ. ചോറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. ഇനി ചീഞ്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ മുട്ടയുടെ വെള്ളം ഒന്ന് ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അത് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിലോട്ട് നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ബേബി കോൺ ഉണ്ടല്ലോ, സ്വീറ്റ് കോൺ, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചോറുണ്ടല്ലോ അതും കൂടിയും ഇട്ട് കൊടുക്കുക. മുട്ട സ്ക്രാമ്പിൾ ചെയ്തതും എരിവിനാവശ്യമായിട്ട് കുരുമുളകും പിന്നെ കുറച്ച് സോയ സോസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടോടുകൂടി സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.